കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയായ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും. കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. കവിഞ്ഞൊഴുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. പിടിച്ചെടുത്ത സൗഖ്യത്തിൻ്റെ 2 അത്ഭുത സാക്ഷ്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. പത്തനംതിട്ടയിൽ നടന്ന TV പ്രേക്ഷക മീറ്റിങ്ങിൽ വന്ന ആ 2 അത്ഭുത സാക്ഷ്യങ്ങൾ മറക്കാനാവാത്ത അനുഭവങ്ങളായിരുന്നു. ഒന്നാമത്തെ സാക്ഷ്യം, ഒരു സഹോദരിക്ക് ബ്രെയിൻ ട്യൂമറായി ഒരു ദിവസം ബോധമില്ലാതെ നിലത്ത് വീണു. എല്ലാവരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. തുടർന്ന് ചെക്കപ്പിലാണ് ബ്രെയിനിൽ ട്യൂമർ വളരുമെന്ന് മനസ്സിലായത്. തുടർന്ന് പൂർണ്ണമായിട്ടും തൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ടു. വല്ലാത്തൊരു സ്ഥിതിയിൽ ഓപ്പറേഷൻ ചെയ്യണം എന്ന് വിധിച്ചിരിക്കുകയാണ്. കർത്താവിൻ്റെ ആ വലിയ അത്ഭുതം നടന്നത്. ആ ട്യൂമർ അപ്രത്യക്ഷമായത് മാത്രമല്ല, തുടർന്ന് അതിന് ശേഷവും തൻ്റെ ചില ശേഷികൾ നഷ്ടപ്പെട്ടു പോയിരുന്നു. ഡോക്ടർമാർ പറഞ്ഞു ഇനി ഒരിക്കലും അത് മടക്കി കിട്ടത്തില്ല. ആ പൂർണ്ണ സൗഖ്യത്തിലേക്ക് ആ സഹോദരി നടന്നത് തൻ്റെ അത്ഭുത വിശ്വാസം. ഞാൻ വിട്ടുകൊടുക്കത്തില്ല, ഇത്രയല്ല, എനിക്ക് പൂർണ്ണമായും എൻ്റെ ശേഷികൾ മടക്കി ലഭിക്കും എന്ന് പറഞ്ഞ് ഒരു സഹോദരി പിടിച്ചെടുത്ത അത്ഭുത സാക്ഷ്യം നമുക്ക് ആദ്യം കേൾക്കാം. കോന്നി ചർച്ചിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് മിനി. എനിക്കന്ന് 2 വർഷം മുമ്പ് ഒരു ജൂലൈയിൽ 2013 ജൂലൈ രാത്രി ഞാൻ ഉറങ്ങാൻ കിടന്നു. രാവിലെ ഉണർന്നില്ല. കതവ് ലോക്ക് ചെയ്തിരുന്നുകൊണ്ട് അവർ കതവ് പൊളിച്ച് അകത്തുനിന്ന് എടുത്തപ്പം എൻ്റെ വായിൽ കൂടി പതയും ഞൊരയൊക്കെ വന്ന് തറയിൽ കിടക്കുക. അവിടുന്ന് എടുത്ത് മോനെല്ലാവരും കൂടി ചേർന്ന് ഇവിടെ മുത്തൂറ്റ് കൊണ്ടുവന്നു. മുത്തൂറ്റുകാരെടുത്തില്ല. എന്ന് വെച്ചാൽ ഞാൻ വിഷം അടിച്ചിട്ട് കിടക്കുവാണെന്ന് വിചാരിച്ചു. വായിക്കൂടി പതയൊക്കെ വന്നതുകൊണ്ട്. വിഷമൊന്നും അടിച്ചതല്ല. ഇല്ല. മോൻ പെട്ടെന്ന് നമ്മുടെ സഭയിലെ ന്യൂറോ സർജൻ ഡോക്ടർ മാത്യു പി ഡാനിയലിനെ വിളിച്ചിട്ട് പറഞ്ഞു, അങ്കിളെ ഇതുപോലെ അറിയാവുന്ന അങ്കിളെ ഇതുപോലെ മമ്മി ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത്. അത് ജീവനുണ്ടോ എന്ന് മോനോട് ചോദിച്ചു. അന്നേരം പറഞ്ഞു മമ്മിക്ക് അനക്കം ഉണ്ടോ എന്ന് അറിയത്തില്ല, ഇവരെടുക്കുന്നില്ല, എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു മോനെ ഒരു ആംബുലൻസ് തയ്യാറാക്കി സെഞ്ച്വറിയിലോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. സെഞ്ച്വറിയിൽ നിന്ന് ആണെങ്കിൽ അവിടെ 3-4 ദിവസം കിടന്നു. കോമ സ്റ്റേജിൽ തന്നെയായിരുന്നു കിടന്നിരുന്നത്. അവിടുന്ന് ഡോക്ടറെ കൊണ്ട് പറ്റാതായപ്പോൾ ഡോക്ടർ തന്നെ അമൃതയ്ക്ക് വിളിച്ച് അവിടെ കൊണ്ടുപോയി. അവിടുന്ന് ഉണർന്നില്ല. ഒരു 6ാമത്തെ ദിവസം ആയപ്പോഴത്തേന് അവിടെ ഉണർന്ന സമയത്ത് ഞാൻ നോക്കുന്ന സമയത്ത് എനിക്ക് ടേസ്റ്റ് ഇല്ല, മണമില്ല, മെമ്മറി ഇല്ല. ഇത് 3 ഇല്ലെന്നുള്ളത് എനിക്കറിയാം. എനിക്ക് കാണുന്ന ആൾക്കാരെല്ലാം പുതിയതായിട്ട് തോന്നുക. അപ്പോൾ അവർ എല്ലാം ഫുൾ ബോഡി മൊത്തം ചെക്കപ്പ് ചെയ്തു. MRI ഇവിടുന്ന് സെഞ്ച്വറിയിലും എടുത്തു. അവിടെ എടുത്തപ്പോൾ ഒരു ഗ്രോത്ത് വളരുന്നതായിട്ട്, ലെഫ്റ്റ് സൈഡിൽ ഗ്രോത്ത് വളരുന്നതായിട്ട് കണ്ടുപിടിച്ചു. അവർ പറഞ്ഞ് ഇത് ഓപ്പറേഷൻ മാത്രമേ പറ്റൂ എന്ന് പറഞ്ഞു. ഓപ്പറേഷൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, ഞാനത് ചെയ്യിക്കത്തില്ല, യേശുവിൻ്റെ നാമത്തിൽ അത് സാധ്യമല്ല. എന്ന് വെച്ചാൽ എൻ്റെ തലയിൽ ഒരു മുടി പോലും പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല, എൻ്റെ കർത്താവ് എന്നെ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവിടുന്ന് എന്നെ ഞാൻ ചെയ്യിക്കാത്തത് കൊണ്ട് ഡോക്ടർ പറഞ്ഞെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞ്, നമ്മുടെ മത്തിപ്പിടാൻ പറഞ്ഞ് അവിടുന്ന് കൊണ്ടുവന്ന് എന്നെ നേരെ ഡോക്ടർ അങ്ങ് ചിത്രയിലോട്ട് വിട്ടു. തിരുവനന്തപുരത്ത് ശ്രീ ചിത്രയിലോട്ട് വിട്ടു. അവിടെയും പോയി ഫുള്ളായിട്ട് എല്ലാം ചെക്കപ്പ് ചെയ്തപ്പോൾ അവരും പറഞ്ഞു അവിടെ 16 ദിവസം കിടന്നപ്പോഴും പറഞ്ഞു ഗ്രോത്ത് ഉണ്ട്. അത് അപ്പോഴത്തേനും മാസം 1 കഴിഞ്ഞു. അന്നേരത്തെ ഈ വളർന്നുകൊണ്ടിരുന്ന ഗ്രോത്ത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും കൂടി പടരാൻ തുടങ്ങി. അന്നേരം പറഞ്ഞു ഇത് ചെയ്യാതെ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂട്ടുപങ്കാളി ദോഹയില്ല. അപ്പോൾ സഹോദരനോട് വിളിച്ച് എല്ലാവരും പറഞ്ഞു നീ എളുപ്പം വരണം, അത് ഓപ്പറേഷൻ ചെയ്യണം. ഞാൻ വന്നപ്പോഴും പറഞ്ഞു അച്ചായ ഇത് ഞാൻ സമ്മതിക്കത്തില്ല, കർത്താവിനൊരു പദ്ധതിയുണ്ട്, അത് അതുപോലെ നടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർമാർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവർ പറഞ്ഞു ഇതിനെ വീട്ടിൽ കൊണ്ടുപോകും ആണെങ്കിൽ സമ്മതിക്കുന്നില്ലല്ലോ. അപ്പം ഞാൻ ചിത്രയിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് 14 ദിവസം TV ഇങ്ങനെ ഓൺ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കും. അപ്പം എനിക്ക് ഉള്ളിലൊരു ചോദ്യമുണ്ട്, കർത്താവേ ഞാൻ ഇങ്ങനെ നിന്നെ അറിഞ്ഞിട്ട്
എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ചോദ്യം, എന്തുകൊണ്ട് എനിക്കിങ്ങനെ വന്നു, ഞാൻ എങ്ങനെ എൻ്റെ സാക്ഷ്യം, നേരത്തെ ഒരു സാക്ഷ്യമുണ്ട്, യേശുവേ എന്ന് വിളിച്ച സമയത്ത് എനിക്ക് വലിയൊരു അത്ഭുത വിടുതൽ കിട്ടിയത്. അപ്പോൾ ആ സമയത്ത് തന്ന ഒരു സാക്ഷ്യമുണ്ട്, എന്നിട്ട് എന്തുകൊണ്ട് എൻ്റെ വന്നു ഇങ്ങനെയെന്ന് ചോദിച്ചതല്ല. അന്നേരം ഞാൻ TV വെച്ചത് തങ്കു ബ്രദർ പറയുന്നു, ദൈവമക്കളുടെ ജീവിതത്തിൽ എന്ത് വന്നാലും അതൊരു വലിയ നന്മയ്ക്കാണ്. അന്നേരം ഒരു ഇതൂടെ പറയുന്നു, 2 ഭവനം പണിതില്ലേ, അത് പാറമേൽ പണിതു, മണൽമേൽ പണിതു. അത് കാറ്റും എല്ലാം അടിച്ച് മണൽമേലുള്ളത് തറവിണം എന്ന് വെച്ചാൽ ഉറപ്പോടുകൂടി നിന്നത് മാത്രം പാറമേൽ പണിതുകൊണ്ട് അത് നിൽക്കും. അപ്പം ഞാൻ അന്നേരം ഏറ്റെടുത്തു, ഞാൻ ഉറപ്പോടുകൂടി നിൽക്കുന്ന വ്യക്തിയാണ്, എൻ്റെ ശരീരത്തിൽ അത് കാണത്തില്ല എന്ന് തന്നെ ഞാനിങ്ങനെ വിശ്വസിച്ച് എന്നെ ഇങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് ഡോക്ടർമാർ പറഞ്ഞ് പുള്ളിക്കാരെ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ച് നിങ്ങൾ ഓപ്പറേഷന് ഒരു ഡേറ്റും എനിക്ക് തന്നു. ഡിസംബർ 18, 2013 ഡിസംബർ 18 തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ് അച്ചായ അതവിടെ കാണത്തില്ല, നമുക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ. അപ്പം ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇനി മുഴ കാണത്തില്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. ആര് ചോദിച്ചാലും ഞാൻ പറയാം എനിക്ക് രോഗമില്ല, പക്ഷേ എനിക്ക് മെമ്മറി ഇല്ല. എൻ്റെ അച്ചായനെ പോലും എനിക്ക് തിരിച്ചറിയത്തില്ലായിരുന്നു, എന്ന് വെച്ചാൽ ഓരോരുത്തരെയും തിരിച്ചറിയത്തില്ല. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഡിസംബർ 18 പറഞ്ഞു. അപ്പോൾ 16-ാം തീയതി അവരവിടെ നിന്ന് ഇങ്ങനെ എഴുതി തന്നെ എല്ലാ ബ്ലഡ് ടെസ്റ്റും ചെയ്ത് ഒരു MRIയും കൂടി വീണ്ടും ചെയ്തിട്ട് വേണം നിങ്ങളിവിടെ വരാൻ, ഇവിടെ സമയമില്ലാത്തതുകൊണ്ടെന്ന് ഓപ്പറേഷൻ ഡയറക്റ്റ് കയറ്റാമെന്ന് പറഞ്ഞു. ഞാൻ മുത്തൂറ്റ് ഡിസംബർ 16 അവിടെ പോയി MRI എടുത്തു. MRI എടുത്തു കഴിഞ്ഞ് ആണെങ്കിൽ പിറ്റേ ദിവസം റിസൾട്ട് രാത്രി 17-ാം തീയതി രാത്രി ആയപ്പോൾ ഒരു 9:30 ആയപ്പോൾ എനിക്കൊരു ഫോൺ കോൾ. അപ്പോൾ ഞാനിങ്ങനെ റേഡിയോളജിസ്റ്റ് ആണെങ്കിൽ മുത്തൂറ്റിയാന്ന്. ഞാൻ ചോദിച്ചു എന്താ ഡോക്ടർ വിളിക്കുന്നത്. അപ്പം നിങ്ങളുടെ MRIയുടെ റിസൾട്ട് എഴുതാൻ പോകുമായിരുന്നു. പഴയ റിസൾട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇത് 2-3 പ്രാവശ്യം ചെയ്തത്. അപ്പം ഞാൻ ഉടനെ ചോദിച്ചു ആ ഗ്രോത്ത് അവിടെ ഉണ്ടോ എന്ന്. അന്ന് പറഞ്ഞാൽ അത് കാണുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ സിസ്റ്ററെ, നമുക്ക് ഈ ഓർമ്മയൊക്കെ മടക്കി കിട്ടാൻ തുടങ്ങിയ മാറ്റം വന്നോ? അന്ന് ഒരു പ്രാവശ്യം കണ്ടാൽ എനിക്ക് പിന്നെ എല്ലാവരെയും അറിയാം. അച്ചായൻ വന്നപ്പോഴും ചേച്ചി ഇത് ചേട്ടനാന്ന് അനിയത്തി പറഞ്ഞപ്പോൾ പിന്നെ എനിക്കറിയാം. അത് 21 വർഷം കൊണ്ട് നടന്ന വ്യക്തിയെ എനിക്കറിയത്തില്ല, എങ്ങനെ കണ്ടുപിടിക്കും ഈ ആൾക്കാരുടെ കൂട്ടത്തിലെന്ന് ഞാൻ വിചാരിച്ചിരുന്ന വ്യക്തിയാണ്. ഇപ്പോൾ അച്ചായനെ അറിയാവോ? അറിയാം, അച്ചായനെ അറിയാം. ഓപ്പറേഷൻ ചെയ്തില്ല ആണെങ്കിൽ അത് അവിടുന്ന് അവിടെ ചെന്നു. അപ്പോൾ എനിക്ക് ടേസ്റ്റും എൻ്റെ എപ്പോഴാണ് ഈ മുഴ പോയാൽ നമുക്ക് കൃത്യം അറിയത്തില്ല. അപ്പം സെഞ്ചുറി വിശ്വാസത്തിന്റെ വാക്ക് പറയുമ്പോൾ എന്തോ സംഭവിച്ചു. ആരോട് ചോദിച്ചാലും പറയും എനിക്കൊരു രോഗമില്ല, എനിക്കൊരു രോഗം. എല്ലാവരും പറയുന്നത് ഇങ്ങനെ ട്യൂമറാന്ന് പറയും. പുള്ളിക്കാരത്തി പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്തു അല്ലേ? തീർച്ചയായിട്ടും. സെഞ്ചുറിയിലെ ഡോക്ടർ ഈ 3 മാസം എനിക്ക് ചിത്രയെ തന്നപ്പോഴേ ഇടയ്ക്ക് അച്ചായനോടും എന്നോടും പറഞ്ഞു, സഹോദരി ഒരു 1.5 മാസം കഴിയുമ്പോൾ നമുക്ക്. ഞാൻ ആരാന്ന് പിടികിട്ടി. ഇവിടെ നിൽക്കുന്നവരെല്ലാം ഓക്കെ ആണോ? അറിയാം. ഒരു കുഴപ്പമില്ല. അന്നേരം ഞാൻ പറഞ്ഞു ഡോക്ടറെ 1.5 മാസം കഴിഞ്ഞ് ഞാൻ MRI എടുക്കത്തില്ല, എന്നോട് ചിത്രേന്ന് ഏത് ഡേറ്റ് ചെയ്യാൻ പറഞ്ഞു ആ ഡേറ്റിലല്ല ഞാൻ ചെയ്യത്തില്ല, അതിന് മുന്നേ ചെയ്യത്തേ ഇല്ലെന്ന് പറഞ്ഞു. ഒരു അവിശ്വാസത്തിന് ഞാൻ തയ്യാറല്ലെന്ന് പറഞ്ഞു. ആ ഡേറ്റിൽ തന്നെ ചെന്ന് നോക്കി കർത്താവ് അത്ഭുതകരമായിട്ട് പിടിപ്പിച്ചു. അങ്ങനെ ഇരിക്കൽ എനിക്ക് ആണെങ്കിൽ ഈ ടേസ്റ്റും മണവും ഇല്ലായിരുന്നു. അത് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, കർത്താവേ നീ എനിക്കത് മടക്കി തന്നേ പറ്റൂ, എനിക്ക് എല്ലാവരും കഴിക്കുന്ന പോലെ ആഹാരം കഴിക്കും. ഞങ്ങൾക്ക് ഇങ്ങനെ ക്യൂരിയോസിറ്റി, ഇപ്പം ടേസ്റ്റ് മണമൊക്കെ ഉണ്ടോ? ഉണ്ട്. എന്ന് വെച്ചാൽ എല്ലാം തിരിച്ചു കിട്ടിയോ? ഇല്ല, ഡോക്ടർമാർ പറഞ്ഞിരുന്നു ഇത് കിട്ടത്തില്ല, ഈ ഗ്രോത്ത് അവിടുന്ന് പോയെങ്കിലും നേഴ്സിന് ഡാമേജ് ഉള്ളതുകൊണ്ട് അത് കിട്ടത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞ് ഡോക്ടറോട് ഡയറക്റ്റ് പറഞ്ഞു അതെനിക്ക് മടക്കി തരുമെന്ന് പറഞ്ഞ് തങ്കു ബ്രദർ ന്യൂ ഇയറിൻ്റെ മെസ്സേജ് പറഞ്ഞു മരിച്ചു കിടക്കുന്ന അവയവങ്ങൾക്ക് ജീവൻ പ്രാപിക്കും. ഞാൻ അത് ഏറ്റെടുത്തു. ബ്രെയിൻ സെല്ല് മരിച്ചാൽ ഒരിക്കലും ജീവിക്കത്തില്ലെന്നാണ് ഞാൻ പഠിച്ച ശാസ്ത്രം പറയുന്നത്. അത് ജീവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുതം, ലാസറിനെ ഉയർപ്പിച്ച അത്ഭുതം. അപ്പം അങ്ങനെ ഡോക്ടർമാർ പറഞ്ഞതുകൊണ്ട് ഞാൻ ആ ഡോക്ടറോട് തന്നെ പറഞ്ഞു ഇല്ല അത് ജീവിക്കും, അത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ അത് തന്നെയാണ് നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. ഇപ്പം ഇന്നലെ ഞാൻ പോയി തിരുവനന്തപുരത്ത് ഇടയ്ക്കൊന്ന് പോയി കാണണമെന്ന് പറഞ്ഞു. പോയപ്പോൾ എനിക്ക് ഉപ്പും പുളിയും രുചിയും എല്ലാം എനിക്ക് കർത്താവ് തന്നിട്ടുണ്ട്. അന്ന് ആ ഏറ്റെടുത്ത ഇത് തന്നെ. ഇപ്പം എനിക്ക് ഒരു മണവും എല്ലാം തന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ എനിക്ക് പറയാം, അവിശ്വാസത്തിൽ ഇരുന്ന സമയത്ത് ബ്രദറിനോട് പറയാനെ കൊണ്ട് എൻ്റെ സഹോദരന് കർത്താവിനെ അറിഞ്ഞ് 5-6 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ യേശുവിനെ അറിയുന്നത്. ആ സമയത്ത് എൻ്റെ യൂട്രസിലൊരു ആണെങ്കിൽ 2007 യൂട്രസിലാണെങ്കിൽ പഴുത്ത് ആണെങ്കിൽ അത് താഴോട്ട് വന്ന് ബ്ലാഡറെ മുട്ടി എനിക്കാണെങ്കിൽ യൂറിൻ കൺട്രോൾ ഇല്ലാതെ കിടന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ രക്തസ്രാവക്കാരി സ്ത്രീയുടെ കാര്യം പറഞ്ഞ പോലെ
ഇത് എങ്ങനെയെങ്കിലും ഒന്ന് വിടുതൽ കിട്ടിയാൽ മതി. അങ്ങനെ ഇരുന്ന് എൻ്റെ സഹോദരൻ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞു. സഹോദരൻ ഉദ്ദേശ ഭർത്താവാണ്. അല്ല, കൂട്ടുപങ്കാളി അച്ചായൻ എങ്ങനെ പറഞ്ഞു, നീ വിശ്വസിക്കുക അത് എന്നും പറഞ്ഞു. ഇത് വിളിക്കുന്ന ദൈവത്തിൽ കൂടുതൽ എങ്ങനെയാണ് വിളിക്കുന്നത്, പള്ളിയിൽ പോയി വിളിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ പുഷ്പഗിരിയിലെല്ലാം ഡേറ്റ് ഫിക്സ് ചെയ്തു. 2007 ഫിക്സ് ചെയ്ത് കഴിഞ്ഞ ഉടനെ ആണെങ്കിൽ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാവോ മിനി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ചെയ്യാം, എനിക്കിതെങ്ങനെയല്ലോ എടുത്തൊന്ന് കളഞ്ഞാൽ മതി. അവൻ പറഞ്ഞു മാവേലിക്കര ഒരു പ്രയറുണ്ട് ഡോക്ടർ തോമസിൻ്റെ അവിടെ, ഒന്ന് പോകാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പിന്നെ എന്താ പോകാമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ കൈകൊട്ടി പാടുന്നത്, അങ്ങനെയുള്ളിടത്ത് ചെല്ലുന്നത്. അങ്ങനെ അവിടെ ചെന്നു. ആദ്യത്തെ ദിവസം അവിടുത്തെ ആരാധനയെല്ലാം കണ്ടു. അപ്പോൾ ദൂരെ നിന്നൊരു ബ്രദർ വിളിച്ച് പറയുന്നു ആണെങ്കിൽ നിങ്ങളുടെ രോഗഭാഗത്ത് അവരവർ തന്നെ കൈവച്ച് പ്രാർത്ഥിക്കും. ഞാൻ ആ വിശ്വാസത്തിൽ ഇത് ഇവിടെ എങ്ങനെ നടക്കുമെന്നൊന്ന് കാണാം. പിന്നെ അച്ചായൻ പറഞ്ഞതുകൊണ്ട് പോയതും കൂടെ. ഞാൻ അവിടെ നിന്ന് എൻ്റെ വയറിന് കരം വെച്ചു, യേശുവേന്ന് വിളിക്കാൻ അന്നേരം അവിടെ നിന്ന് പറയുന്നു. യേശുവേന്ന് വിളിച്ചു, കർത്താവ് എന്നെ അങ്ങ് തൊട്ടു. എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല, എൻ്റെ ശരീരത്തിൽ അന്നേരം എന്തോ ആ നിമിഷത്തിൽ തന്നെ എന്തോ സംഭവിച്ചു. ഞാൻ വെളിയിൽ വന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്ന യൂറിൻ എൻ്റെ കൺട്രോളിലായി. അത് ഞാനൊരു 2 വർഷക്കാലം ഞാൻ മനുഷ്യരുടെ മുമ്പിലോട്ട് പോകാൻ തന്നെ എനിക്ക് മടിയാണ്. എന്ന് വെച്ചാൽ എനിക്കൊരു യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എന്താ പറയണ്ടേ, ഞാൻ ഒരു ജോഡി ഡ്രസ്സ് എൻ്റെ വീട്ടിൽ ആ ബാത്റൂമിൽ ഇട്ടിട്ടേ ഞാൻ യാത്രയ്ക്ക് പോകത്തുള്ളൂ. എന്ന് വെച്ചാൽ വീട്ടിൽ വന്ന് കയറാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ വരുന്നത്. അപ്പോൾ അങ്ങനെ ആയിട്ട് കൂടെ ഞാൻ ഈ യേശുവിനെ വിശ്വസിക്കുന്ന കൂട്ടുപങ്കാളി പറയുമ്പോഴും ഞാൻ വിശ്വസിക്കത്തില്ല. അച്ചായൻ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ അവിടെ മാവേലിക്കര കടന്നുപോയി. അവിടെ വെച്ച് തന്നെ കർത്താവ് തൊട്ടു. പക്ഷേ ഞാൻ പോയി എന്തോ ചെയ്തു. പിന്നെ ഞാൻ തിരിച്ച് ഒരു CT എടുത്തു. എൻ്റെ യൂട്രസിൻ്റെ ഇത് ആണെങ്കിൽ എടുത്തു കഴിഞ്ഞ ഉടനെ ആ പഴുത്ത് നിന്ന് ആ യൂട്രസ് പഴയപടി ഏറ്റവും ബെസ്റ്റായിട്ട് നിൽപ്പുണ്ട്. ഇപ്പോഴും ഞാൻ അതുമായിട്ട് നിൽക്കുക. ആദ്യത്തെ സൗഖ്യ സമയത്ത് അത്ര വിശ്വാസമൊന്നും ഇല്ലായിരുന്നു, വിശ്വാസമേ ഇല്ലായിരുന്നു. രണ്ടാമത്തെ വന്നപ്പം പുള്ളിക്കാരത്തി സ്വർഗം വിശ്വാസത്താൽ പിടിച്ചിറക്കി അല്ലേ, പിടിച്ചെടുത്തു. ഈ സഹോദരി കർത്താവിൻ്റെ കാലത്ത് കർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ പറയുന്നത് എന്താണെന്നറിയോ, ഇത്രയും വലിയ വിശ്വാസം കണ്ടിട്ടില്ല. കാര്യം അടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. തുടർന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന അത്ഭുത സാക്ഷ്യം പത്തനംതിട്ടയിലുള്ള അഡ്വക്കേറ്റ് ബ്രദർ അനിലിൻ്റെ മോനുണ്ടായ അത്ഭുത വിടുതലാണ്. 2006 റാന്നിയിൽ ഹെവൻലി ഫീസ്റ്റിൻ്റെ ഒരു ക്രൂസൈഡ് നടന്നു. അത് 4 ദിവസത്തേക്കാണ് മീറ്റിംഗ് വെച്ചത്. എന്നാൽ പെരുമഴയായിരുന്നു. പക്ഷേ പെരുമഴയത്തും ഗ്രൗണ്ടിൽ നിറയെ ജനങ്ങൾ. അവർ ആ മഴയത്ത് ഇനി ഇത് നിർത്താമെന്ന് പറഞ്ഞില്ലെന്ന് മാത്രമല്ല, ഈ ക്രൂസൈഡ് നീട്ടി വെക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ 4 ദിവസത്തെ ക്രൂസൈഡ് 7 ദിവസമായി നീണ്ടു. ആ ക്രൂസൈഡ് നീണ്ടില്ലായിരുന്നെങ്കിൽ ഈ അത്ഭുതം ഉണ്ടാകുകയില്ലായിരുന്നു. 5-ാം ദിവസം നടന്ന ആ അത്ഭുതം അഡ്വക്കേറ്റ് അനിലും തൻ്റെ ജീവിത പങ്കാളിയും വിവരിക്കുന്നു. ഈ പട്ടണത്തിലെ ഒരു അഡ്വക്കേറ്റാണ് അദ്ദേഹം അല്ലേ. ഇവിടെ പത്തനംതിട്ട ബാറിലെ അഡ്വക്കേറ്റാണ് ബ്രദർ അനിൽ. താൻ ഇന്ന് ഈ ശുശ്രൂഷയുടെ മുമ്പിൽ ഈ ബാഡ്ജൊക്കെ കുത്തി നിൽക്കുന്നതിന് ഞാൻ ബ്രദറിനോട് രാവിലെ ചോദിച്ചു എന്താ അനുഭവം. ഒരത്ഭുത സാക്ഷ്യമാണ് തൻ്റെ ജീവിതത്തിലുള്ളത്. തൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റം, തൻ്റെ കുഞ്ഞിനുണ്ടായ വിടുതൽ എന്നോട് പറഞ്ഞു. ബ്രദർ അതൊന്നുകൂടെ ഒന്ന് പറയുമോ? ബ്രദർ 2006 എൻ്റെ മൂത്ത മകന് അന്നത്തെ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇരുന്നിരിപ്പിൽ ഒരു തലകറക്കം പോലെ വന്നു. കണ്ണുകളൊക്കെ ഒരു വല്ലാത്ത സ്ഥലം മറിഞ്ഞു. അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവനെ റെഗുലറായി പരിശോധിക്കുന്ന ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഒരു മേജർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെ അദ്ദേഹം തന്നെ പുഷ്പഗിരി ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. കുഞ്ഞുമായി അവൻ അവിടെ ചെന്നു. അവനെ പരിശോധിച്ചു. CT സ്കാൻ ചെയ്തപ്പോൾ അവൻ്റെ തലച്ചോറിനകത്തൊരു സിസ്റ്റ് വളർന്നു വരുന്നു. തലച്ചോറിനുള്ളിൽ CT സ്കാൻ റിപ്പോർട്ട് അതായിരുന്നു. അന്ന് പരിശോധിച്ച ഡോക്ടർ പറഞ്ഞു ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണം, മാത്രമല്ല ഈ രോഗം വീണ്ടും എപ്പോൾ വേണമെങ്കിലും ആവർത്തിക്കാം എന്ന് പറഞ്ഞു. തകർന്നാണ് ഞങ്ങളന്ന് ഇരുന്നത്. വൈഫ് ഇവിടെ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. സഹോദരിയും കൂടെ മുമ്പോട്ട് വന്ന്. ബ്രെയിനിൽ സിസ്റ്റം ഉണ്ടെന്ന് ഡോക്ടേഴ്സ് ഡയഗ്നൈസ് ചെയ്തിട്ട്. സിസ്റ്റം കൊണ്ടായിരുന്നു ഇതുണ്ടായത്, ഈ ലക്ഷണങ്ങൾ കാണിച്ചത്. അത് ചിലപ്പം ബിനൈൻ ആകാം, ചിലപ്പം മാലിഗ്നൻ്റ് ആകാമെന്ന് വരെ ഡോക്ടേഴ്സ് പറഞ്ഞു.
അത് വളരുമെന്ന് പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും വലിയ ന്യൂറോളജിസ്റ്റായ ഡോക്ടർ മധുസൂദനെ കൊണ്ട് പിന്നീട് കാണിച്ചപ്പോൾ അദ്ദേഹവും അത് തന്നെയാണ് പറഞ്ഞത്. ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണം, ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞിരുന്നു. തോമസ് അത് പറയുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ആ രോഗത്തിൻ്റെ സമയം തന്നെ ഞങ്ങൾ തകർന്ന അവസ്ഥയിലാണ്. സാമ്പത്തികപരമായിട്ട് വലിയ ലക്ഷങ്ങളുടെ കടഭാരമായി ഞാൻ ചെയ്ത ബിസിനസ് എല്ലാം തകർന്ന്, കുടുംബജീവിതത്തിൽ സമാധാനമില്ല, എല്ലാ അസ്വസ്ഥതയുടെ മധ്യത്തിലാണ് മൂന്നാമത് എൻ്റെ കുഞ്ഞിന് ഈ രോഗവും ബാധിച്ച് ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ വയ്യ. ഞങ്ങൾ 2006 ഞങ്ങൾ ചിന്തിച്ചത്, ഞാൻ എല്ലാ വഴികളിലും പോയി രക്ഷപ്പെടാൻ നോക്കിയ മാർഗം എല്ലായിടത്തും ഞാൻ പരാജയപ്പെട്ടപ്പോൾ കർത്താവ് എനിക്ക് പത്രത്തിലൂടെയാണ്, ഞാനൊരു പരസ്യം കണ്ടാണ് റാന്നി ക്രൂസൈഡിൽ 2006 പോയത്. അവസാനം ഒരു കൈ എന്ന നിലയ്ക്ക് ഞങ്ങൾ അന്ന് വരെ ചിന്തിച്ചത് ഇനിയും രക്ഷയില്ലാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്യാം, ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടാം. തീർച്ചയായിട്ടും ഞങ്ങൾ രണ്ടും ഒരുമിച്ചല്ലെങ്കിൽ പോലും ഒറ്റയ്ക്ക് കാര്യം ജീവിച്ച സാഹചര്യവും അത് വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഈ സമൂഹത്തിൽ ജീവിക്കാനായിട്ട് പ്രയാസമാണ്. അപ്പം ഇനി മുന്നോട്ടൊരു ജീവിതമില്ല, ദുരഭിമാനം മൂലം എങ്ങനെയും ആത്മഹത്യ ചെയ്താൽ മതി എന്ന് ഹൃദയത്തിൽ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. റാന്നി ക്രൂസൈഡിൽ പോവുക. റാന്നിയിൽ അന്ന് ഷാജി ബ്രദർ ഓർക്കുന്നുണ്ടായിരിക്കും, നമ്മൾ 4 ദിവസം വെച്ച ക്രൂസൈഡ്, മഴയത്തും ക്രൂസൈഡ് തുടർന്നു. നിങ്ങൾ പലരും അതിൽ സംബന്ധിച്ചാണ് 2006. എന്നിട്ട് 3 ദിവസം കൂടെ അത് നീട്ടി. ഒരു വലിയ ബ്രദറെ, കർത്താവിൻ്റെ ഗ്രേസാ ഈ 4 ദിവസം കഴിഞ്ഞിട്ടുള്ള ദിവസമാണ് ഞാൻ വരുന്നത്. ആ 4 ദിവസം തീർന്നായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ലോകത്തെ കാണത്തില്ലായിരുന്നു. കർത്താവ് എനിക്ക് വേണ്ടി അഡീഷണലായിട്ട് ദിവസങ്ങൾ അന്ന് ആ ക്രൂസൈഡിന് വേണ്ടി സംഘടിപ്പിച്ചെന്ന് ഞാൻ. മഴ വരുമ്പോൾ എല്ലാവരും ക്രൂസൈഡ് നിർത്തുക, പക്ഷേ അന്ന് മഴയത്ത് പ്രസംഗിച്ചു. മഴയത്ത് ക്രൂസൈഡ് 3 ദിവസം കൂടെ നീട്ടി. ആ നീട്ടിയ ദിവസങ്ങളിലൊന്നില്ല ബ്രദർ വന്നത്. ഞാൻ അന്ന് എനിക്ക് തോന്നുന്നു 5ാമത്തെ 6ാമത്തെ ദിവസമാണ് ഞാൻ വന്ന് ഏറ്റവും പിറകിലാണ് ഞാൻ ഇരുന്നത്. തോമസ് കുട്ടി ബ്രദർ അന്ന് ശുശ്രൂഷിച്ചു. അനേക യൗവനക്കാർ അന്ന് സ്റ്റേജിൽ നിന്ന് അവരുടെ സാക്ഷ്യങ്ങൾ പറഞ്ഞു. അന്നൊക്കെയും എനിക്ക് അങ്ങോട്ട് ആ വിശ്വാസത്തിൽ ഏറ്റെടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. പക്ഷേ കാലം കഴിയുന്നതിന് മുമ്പ് കർത്താവ് എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തു. ഞങ്ങളന്ന് കേട്ട വചനം കുറേയൊക്കെ ഞങ്ങൾ വിശ്വസിച്ചു. ഞങ്ങൾ പറയാൻ തുടങ്ങി, ഞങ്ങൾക്ക് കർത്താവെ നീ ദാനം തന്നതാണ് ഈ കുഞ്ഞെങ്കിൽ അവൻ ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കും, ഇനിയും ഒരിക്കലും ആ രോഗം വരത്തില്ല. ഈ വചനങ്ങൾ നിങ്ങൾ ഏറ്റെടുത്ത് പറയാൻ തുടങ്ങി. ഞങ്ങൾ രണ്ടുപേരും കൂടെ കരം കോർച്ച് ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനകളിൽ കുഞ്ഞിൻ്റെ തലയെ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. യേശുവിൻ്റെ നാമത്തിൽ ഈ കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനായി തീരും, ഇവൻ മരുന്ന് കഴിക്കേണ്ടി വരത്തില്ല, യേശു ക്രിസ്തു ഇവനെ സൗഖ്യമാക്കും. ഡോക്ടർമാർ പറഞ്ഞത് വസ്തുതയാണ്. ഞാനൊരു മെഡിക്കൽ പ്രൊഫഷണൽ കൂടിയാണ്, എങ്കിൽ പോലും ഞാൻ പറഞ്ഞു ഡോക്ടർമാർ പറഞ്ഞത് വസ്തുതയാണ്, ഞങ്ങൾ അതിനെ ഒരിക്കലും തെറ്റായിട്ട് പറയുന്നില്ല. പക്ഷേ എങ്കിലും ആ വസ്തുതയ്ക്കപ്പുറം ജീവിക്കുന്ന യേശു ക്രിസ്തുവിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നതെന്നും. ഡോക്ടർമാർ പറഞ്ഞത് ഫാക്റ്റാ, അത് വസ്തുതയാ, പക്ഷെ വചനം സത്യമാ, ട്രൂത്താ, അതൊരിക്കലും മാറത്തില്ല. സിസ്റ്റർ മെഡിക്കൽ പ്രൊഫഷനിലുള്ള ആൾ, ഞാനൊരു ഫാർമസിസ്റ്റാണ്. അപ്പം എനിക്കിതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷേ എങ്കിലും അതിനപ്പുറം കർത്താവിൻ്റെ കൃപയാൽ എനിക്ക് വിശ്വസിക്കുവാനായിട്ട് കർത്താവ് ഇങ്ങനെ നിങ്ങൾ പിന്നെയും കുഞ്ഞിൻ്റെ മേൽ കൈവച്ച് പറയും. പ്രാർത്ഥിച്ചു. ഡോക്ടറിനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടു, വിശ്വാസത്തെ ഞങ്ങൾ പറഞ്ഞു കുഞ്ഞിനൊരു MRI സ്കാൻ കൂടെ ചെയ്യണം. ഞങ്ങൾ വിശ്വസിച്ചത്, ഞങ്ങൾ കേട്ട വചനത്തിൽ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ തലയ്ക്കുള്ളിൽ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ വിശ്വാസത്തോടുകൂടി MRI സ്കാന് വേണ്ടി പോയി. ആ റിപ്പോർട്ടൊക്കെ ഞങ്ങളുടെ കരങ്ങളിൽ കിട്ടി. അവനെ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞ ഡോക്ടറുടെ അടുത്ത് ഈ റിസൾട്ടുമായിട്ട് ചെന്നപ്പോൾ പറഞ്ഞു, CT സ്കാനിൽ കണ്ട ആ സിസ്റ്റ് ഈ MRI സ്കാനിൽ കാണുന്നില്ല. തോമസ് ഏറ്റവും അത്ഭുതം, ഒരിക്കലായി എന്നേക്കുമായി കിട്ടിയ സൗഖ്യം. ഇന്നും അവൻ ആരോഗ്യത്തോടെ ഇരിക്കുന്നു. 2 വർഷം മുമ്പ് ICSE സിലബസിൽ 93% എല്ലാ സബ്ജക്റ്റും മാസായി. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ന്യൂ ഇയറിന് കോട്ടയത്ത് വന്ന് കർത്താവിൻ്റെ ദാസന്മാരിൽ നിന്നും അവന് കിട്ടിയ അവാർഡ് വാങ്ങാൻ കർത്താവ് അവന് ഇടയിരുത്തി. കർത്താവ് ഞങ്ങളെ മാനിച്ചു. ഈ പട്ടണത്തിൽ കർത്താവ് ഞങ്ങളെ നിർത്തി. പിടിച്ചെടുത്ത 2 അത്ഭുത രോഗസൗഖ്യങ്ങളാണ് നമ്മൾ കേട്ടത്. മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 25 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ളവളായി വൈദ്യന്മാരാലും ഏറിയോന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞു. അവൾ കേട്ടു, അവൾ പറഞ്ഞു. പിന്നെ നമ്മൾ വായിക്കുന്നത്, അവൾ പുരുഷാരത്തിൻ്റെ ഇടയിൽ കൂടെ പോയി വലിയ തിക്കും തിരക്കിൻ്റെയും മധ്യത്തിൽ അവളെ ഇഴഞ്ഞായിരിക്കണം ചെന്നത്. യേശുക്രിസ്തുവിൻ്റെ വസ്ത്രാഗ്രം സ്പർശിച്ച നിമിഷം
ശക്തി അവളിലേക്ക് വ്യാപരിച്ചു. 12 വർഷമായിട്ടുണ്ടായിരുന്ന ബ്ലീഡിങ് നിമിഷം സൗഖ്യമായി. ഈ യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കേട്ട 2 അത്ഭുത സൗഖ്യങ്ങളിലൂടെ വെളിപ്പെടുന്നത്. ഈ പ്രാർത്ഥിച്ച ദൈവദാസന്മാരുടെ പവറോ അല്ലെങ്കിൽ സൗഖ്യം പ്രാപിച്ച നമ്മൾ കണ്ട ഈ 2 സാക്ഷികളുടെ ശക്തിയോ ഒന്നുമല്ല. മനുഷ്യർക്കിടയ്ക്ക് വിശ്വാസം കൂടി വരും കുറഞ്ഞു വരും ഒക്കെ സംഭവിക്കാം. എന്നാൽ ഇതിൽ നിന്നെല്ലാം തെളിയുന്ന ഒരു കാര്യം ഇതാണ്: യേശുക്രിസ്തുവിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. എബ്രായ ലേഖനം 13:8 നമ്മൾ വായിക്കുന്നു, ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ. ആ വചനം മാറത്തില്ല. ഈ ബൈബിൾ ഒരു ഭോഷ്കും പറഞ്ഞിട്ടില്ല. ഇതൊരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി എഴുതിയതല്ല. ഇത് മാനവജാതിയോടുള്ള ദൈവത്തിൻ്റെ ആലോചനയാണ്. മാനവജാതിയുടെ ആശാപുരുഷനാ ക്രിസ്തു. ക്രിസ്ത്യാനിയുടെയോ യഹൂദൻ്റെയോ ഏതെങ്കിലും ഒരു സഭക്കാരുടെ അല്ല. ജീസസ് ഈസ് ഗിവൺ ടു ദ ഹോൾ ഹ്യൂമാനിറ്റി. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ ഈ അത്ഭുത സൗഖ്യം വിടുതലും പ്രാപിച്ചാൽ ശരീരത്തിൽ അസൗഖ്യമുണ്ടാകുക. എത്ര സൗഖ്യമുണ്ടായാലും ശരീരം പിന്നെയും വാർദ്ധക്യത്തിലെത്തും, മരിക്കും. പക്ഷേ അതിനപ്പുറത്ത് വീണ്ടും ഒരു ജീവിതമുണ്ട്, നിത്യജീവൻ. സകല ദൈവവിശ്വാസികളും ഒരുപോലെ മരണാനന്തരം ഇനി ഒരു ജീവിതം കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ യേശുക്രിസ്തുവിലൂടെ ഏത് മഹാഭാവിക്കും ആ ജീവിതം സൗജന്യമാണെന്ന് ഈ തിരുവചനം പഠിപ്പിക്കുന്നു. പക്ഷേ ആ യേശു വാസ്തവമായിട്ടുണ്ടോ? ഉണ്ട് എന്ന് വെളിപ്പെടുത്തുന്നതാണ് ഇന്ന് നമ്മുടെ ഇടയിൽ നടക്കുന്ന ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും. ഇന്ന് നമ്മൾ കണ്ട ആദ്യത്തെ അത്ഭുത സൗഖ്യം, ആ പ്രിയ സഹോദരി ബ്രെയിൻ ട്യൂമറായി, ഓർമ്മ നഷ്ടപ്പെട്ടു, സൗഖ്യത്തിലേക്ക് വന്നെങ്കിലും വീണ്ടും തൻ്റെ പല ശേഷികളും തനിക്ക് ലഭിച്ചിരുന്നില്ല. അവളുടെ വിശ്വാസം ഒന്ന് ശ്രദ്ധിച്ച്. എന്തുകൊണ്ടാണ് വിശ്വാസമുണ്ടായി? റോമർ 10-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. ഇവിടെ നമ്മൾ വായിച്ചു 12 വർഷമായി രക്തസ്രവമായിരുന്ന ആ സ്ത്രീ 12 വർഷമായി തൻ്റെ വേറൊരു എഴുതിയിരിക്കുന്ന മുതൽ മുഴുവൻ വൈദ്യന്മാർക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ചെലവഴിച്ചു. ഒട്ടും ഭേദം വന്നില്ല. ഈ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് തന്നെ അവൾ ഒത്തിരി സഹിച്ചെന്ന് നമ്മൾ വായിച്ചു. കുറേ ഈ സ്ത്രീയെക്കുറിച്ച് പറയുന്ന ഈ സ്ത്രീ ആരായിരുന്നു, ഒത്തിരി അവളെക്കുറിച്ചുള്ള വിശേഷണങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച്. 12 സംവത്സരമായി രക്തസ്രവമുള്ളവളായി, വൈദ്യന്മാരാലും ഏറിയോന്ന് സഹിച്ചു. 1 12 വർഷം, 2 ട്രീറ്റ്മെൻറ്റ് കൊണ്ട് കഷ്ടപ്പെട്ടു, തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും മുഴുവൻ അവൾക്കുണ്ടായിരുന്ന വസ്തുവക മുഴുവൻ ട്രീറ്റ്മെൻറ്റിന് ചിലവായി. ഒട്ടും ഭേദം വരാതെ, ഇത്രയും ട്രീറ്റ്മെൻറ്റ് നടന്നിട്ട് ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നൊരു സ്ത്രീ. ഈ സ്ത്രീയെ കൂടെ വിശേഷണങ്ങൾ കേൾക്കുക. ഏറ്റവും പരവശയായിരുന്നൊരു സ്ത്രീ. അവൾ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. ഈ ലോകത്തിൽ കേൾക്കാൻ ഏറ്റവും നല്ല വാർത്ത, ഗുഡ് ന്യൂസ് എന്ന പേരുള്ള ഒരു ന്യൂസേ ഉള്ളൂ. ദാറ്റ് ഈസ് അബൌട്ട് ജീസസ് ക്രൈസ്റ്റ്. ഈ ലോകത്തിലെ നമ്മൾ ഇന്ന് രാവിലെയും പത്രം വായിച്ചു, പല വാർത്തകളും വായിച്ച് നമ്മൾ ഞെട്ടി ഭാരപ്പെട്ടു. പക്ഷേ ദർ ഇസ് എ ഗുഡ് ന്യൂസ് ഫോർ ഓൾ. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രത്യേകത അതൊരു വിഭാഗത്തിന് മാത്രം ഗുഡ് ന്യൂസ് അല്ല. മരണത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ടെന്നും ക്രിസ്തു മുഖേന അത് സൗജന്യമായി കിട്ടുമെന്നത് മരണം ഒരു പ്രശ്നമായിരിക്കുന്ന സകല മാനവജാതിക്കും ഗുഡ് ന്യൂസാണ്. രോഗസൗഖ്യം കുറേ പേർക്ക് മാത്രം ഗുഡ് ന്യൂസ് അല്ല, എല്ലാവർക്കും ഗുഡ് ന്യൂസാണ്. സോ ദ ഗുഡ് ന്യൂസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ഗുഡ് ന്യൂസ് ഫോർ ഓൾ. അതൊരു പ്രത്യേക വിഭാഗത്തിനുള്ളതല്ല. ഇവിടെ ഈ സ്ത്രീക്ക് ഒരു ഗുഡ് ന്യൂസ് കിട്ടി, യേശുവിൻ്റെ വർത്തമാനം. ഒരു രോഗിക്ക് ഗുഡ് ന്യൂസ് യേശുവിലുണ്ട്. നമ്മൾ വായിക്കുന്നു, അവൾ പോയി യേശുവിനെ തൊട്ടു. ആ തൊടുന്നതിന് മുമ്പ് വേറൊരു കാര്യം പറഞ്ഞു. അവൾ പറഞ്ഞു, ഞാൻ പോകും, യേശുവിൻ്റെ വസ്ത്രത്തിലെങ്കിലും അവൻ്റെ വസ്ത്രമെങ്കിലും ഞാൻ തൊടും, ഞാൻ രക്ഷപ്പെടും. ഐ വിൽ ട്രൈ എന്നല്ല, എനിക്ക് സൗഖ്യമാകും. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഇതിന് സമാനമായി ഡോക്ടർമാർ കൈമലർത്തിയ ഒരു രോഗപ്രശ്നത്തിലാകാം, ഒരു വലിയ സാമ്പത്തിക ബാധ്യതയിലാകാം. എനിക്കിതാ സംഭവിക്കാൻ പോകുന്നത്, തീരാൻ പോകുന്നു എന്നല്ല ഇനി പറയേണ്ടത്. ഇന്ന് കേട്ട വചനം, ഇന്ന് കേട്ട സാക്ഷ്യങ്ങൾ ഒരു വിശ്വാസകത്ത് കൊണ്ടുവന്നില്ലേ? പറഞ്ഞ് ഞാൻ മരിക്കുകയില്ല, ഈ രോഗം എന്നെ നശിപ്പിക്കത്തില്ല, ഞാൻ ജയിലറയ്ക്കകത്ത് പോകത്തില്ല,
യേശുവിൻ്റെ അത്ഭുതകരം ഞാൻ കാണും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് കേട്ട സാക്ഷ്യങ്ങൾ, ആ പിടിച്ചെടുത്ത ആ വിശ്വാസത്തിൻ്റെ സാക്ഷ്യങ്ങൾ ഇത് കേൾക്കുന്ന ഓരോരുത്തരിലും അത്ഭുതം ജനിപ്പിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗബന്ധനം അഴിയട്ടെ, തളർച്ച മാറട്ടെ, ആ ട്യൂമർ പ്രത്യക്ഷമാകട്ടെ, ക്യാൻസർ സൗഖ്യമാകട്ടെ, എഴുതിയ റിപ്പോർട്ടുകൾ മാറട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവെ, കടബാധ്യതകൾ, മറ്റ് പല ഭാരങ്ങളിൽ, പ്രയാസങ്ങളിൽ, കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ കേൾക്കുന്നവരുടെ മേൽ അവിടുത്തെ അത്ഭുത കരം നീട്ടി വിടുവിച്ചതിനായി സ്തോത്രം. അപ്പോൾ തന്നെ കർത്താവെ, ഈ അത്ഭുതങ്ങൾ കാണുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി യേശു ഒരു സ്വർഗ്ഗഭവനം ഒരുക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പാകുന്നു. കർത്താവിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിച്ച് നിത്യജീവൻ്റെ ഉറപ്പോടെ, മരണാനന്തര ജീവിതത്തിൻ്റെ ഉറപ്പോടെ ജീവിക്കുവാൻ ഈ മക്കളെ സഹായിക്കണം. അനുഗ്രഹിക്കുകയാണ്. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. വലിയ അത്ഭുതങ്ങളും വിടുതലുകളും നടന്നിട്ടുണ്ട്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത TV പ്രേക്ഷക മീറ്റിങ്ങുകളിൽ വന്ന് സാക്ഷ്യം പറയണം. ഈ ഫോൺ നമ്പറുകളിൽ വിളിക്കണം. പ്രാർത്ഥനയ്ക്കായി, കൗൺസിലിങ്ങിനായി, സാക്ഷ്യം പറയുന്നതിനായി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളത്തെ എപ്പിസോഡിലും അത്ഭുത സാക്ഷ്യങ്ങളും വചനവുമുണ്ട്. അതിൽ കാണും വരെയും കർത്താവ് തൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ഇന്ന് രാവിലെ 10-ന് കൊട്ടാരക്കരയ്ക്ക് സമീപം പുത്തൂരിൽ വസുധ ഓഡിറ്റോറിയം, ബഥനി ഹോസ്പിറ്റലിന് സമീപം. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും പുനലൂർ ഒക്ടോബർ 17 ശനി. ശുശ്രൂഷകൾ രാവിലെ 10-ന് എബനേസർ പാർക്ക് ഓഡിറ്റോറിയം, പൈനാപ്പിൾ ജംഗ്ഷൻ, ചെമ്മന്തൂർ. प्रेम की परिभाषा को ओ मसीह तूने हमको सिखाए, प्रेम की परिभाषा को प्रेम का सागर है तू, चांदी का राजकुमार है तू, चरणों में आकर हाथ उठाकर करते हैं तेरे